കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളുടെ എല്ലാവരുടെയും നെഞ്ചുലച്ച ഒരു കാഴ്ചയായിരുന്നു പാലക്കാട് വാളയാറിൽ നിന്ന് വന്ന ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. ഈ മോഷ്ടാവെന്നാരോപിച്ച ആൾക്കൂട്ടം മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അപരിചിതനെ സംശയകരമായ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ എങ്ങനെയാണ് ഒരു നാടും അവിടുത്തെ സംവിധാനങ്ങളും പെരുമാറേണ്ടത്? ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നിന്നും അതിനൊരു ഉത്തമ ഉദാഹരണമുണ്ട്, ഒരു മാതൃകയുണ്ട്. അത് കണ്ടുവരാം. കഴിഞ്ഞ ദിവസം ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതര സംസ്ഥാനക്കാരനായ ഒരാൾ ഒരു വലിയ ചാക്കുകെട്ടുമായി വിവിധ ഇടങ്ങളിൽ കയറിയിറങ്ങി നടക്കുന്നു. നാട്ടുകാർക്കിത് മോഷ്ടാവാണോ എന്ന് സംശയം തോന്നി. പക്ഷേ അവർ വളഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയല്ല ചെയ്തത്, പകരം പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് എത്തിയപ്പോഴേക്കും അപരിചിതൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പോലീസ് പലരോടായി വിവരങ്ങൾ തിരക്കിയപ്പോൾ അങ്ങനെ ഒരാൾ പനങ്കൂട്ടിൽ നിന്നും നേരിമംഗലം ഭാഗത്തേക്ക് റോഡിലൂടെ നടന്നു പോകുന്നതായി കണ്ടു എന്ന് ഒരാൾ പറഞ്ഞു. ഈ പ്രദേശം കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധി അല്ലെങ്കിലും ഇയാളെ അന്വേഷിച്ചു പോകാൻ സബ് ഇൻസ്പെക്ടർമാരായ താജുദ്ദീൻ, അജിത് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെരീഫ് PA എന്നിവർ അടങ്ങിയ സംഘം തീരുമാനിച്ചു. അങ്ങനെ പാമ്പ്ള ഡാമിനടുത്ത് വെച്ച് ഈ ആളെ പോലീസ് കണ്ടെത്തി. മക്കളുടെ അടുത്തേക്ക് ഇദ്ദേഹവും ഏലക്ക നുള്ളുന്നതിനായി വന്നതാണ്. യാത്ര ചെയ്ത് വരവേ എവിടെയോ വെച്ച് കോൺട്രാക്ടറെ മിസ്സായി കഴിഞ്ഞപ്പോൾ അയാൾ വഴിയിൽ ഇറങ്ങിയതാണ്. അങ്ങനെയാണ് വനത്തിനുള്ളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നത്. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അയാൾ തൻ്റെ മക്കളും ഭാര്യയും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നതാണത്. ഇടുക്കിയിലെ അണക്കര എന്ന സ്ഥലത്തേക്കാണ് ബറൻ മറാണ്ടിക്ക് പോകേണ്ടിയിരുന്നത്. അവിടെ ഭർത്താവിനെ 2 ദിവസമായി കാണാത്തതിന്റെ ആശങ്കയിലായിരുന്നു ബറന്റെ ഭാര്യ. പോകേണ്ട സ്ഥലം അണക്കരയ്ക്കടുത്തുള്ള പാമ്പുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കോണ്ടാക്ട് ചെയ്തു. ഒരു മലയാളിയുടെ നമ്പർ കിട്ടിയിരുന്നു. ആ നമ്പറും എടുത്ത് ഈ ജാർഖണ്ഡ് നമ്പറും ഒരു പേപ്പറിൽ എഴുതി ഒരു KSRTC ബസ് വന്നപ്പോൾ KSRTC കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തു. ബരൺ മറാണ്ടിയുടെ കയ്യിലും ഈ 2 നമ്പറും എഴുതി കൊടുത്ത ശേഷം ആളെ അവിടെ എത്തിക്കാൻ KSRTC കണ്ടക്ടറോട് പറഞ്ഞു. KSRTC കണ്ടക്ടർ വളരെ ഉത്തരവാദിത്തോടുകൂടി സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ബരൺ ഭാര്യയുടെ അടുത്ത് സുരക്ഷിതനായി എത്തിയിട്ടുണ്ട്. കുടുംബം സന്തോഷമായിരിക്കുന്നു. വിവേകപൂർവമായ ഇടപെടലിലൂടെ നന്മയുടെ വെളിച്ചം വീശാൻ കഴിഞ്ഞതിൽ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഹാപ്പിയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിനസ് രാജ് ചേരുന്നുണ്ട് തത്സമയം. ജെയിൻ, ഇങ്ങനെയാണ് ശരിക്കും ഒരു സമൂഹം ഇടപെടേണ്ടത്, പക്ഷെ ചിലപ്പോഴെങ്കിലും അത് ഉണ്ടാകുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വൈകൃതം ചില മനുഷ്യർക്ക് ഉള്ളിലെങ്കിലും വന്നു പോവുകയാണ്. എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലായ്മ. നിയമം കയ്യിലെടുത്ത് അങ്ങ് തല്ലിക്കൊല്ലുകയാണ് ഒരു മനുഷ്യനെ. അതും ജോലി അന്വേഷിച്ച് വന്ന ഒരു മനുഷ്യന് നേരെയാണ് ആ ക്രൂരത ഇവിടെ ഉണ്ടായത്. ഇനിയൊരു മധുവോ അല്ലെങ്കിൽ രാംനാരായണനോ ഒന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ്. ശരിക്കും മാതൃകയാണ് ആ നാട്ടുകാർ, പോലീസുകാരും. ഈ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാരൻ പറയുന്നുണ്ട്, അതായത് ഇത്തരം സാഹചര്യത്തിലാണ് നമ്മളാണ് പെട്ടുപോകുന്നത് എന്ന് ചിന്തിച്ചാൽ ഇത്തരം മനുഷ്യരെ സഹായിക്കാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ നമുക്ക് അത്തരം മനുഷ്യരെ സഹായിക്കാതെ കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ആ പോലീസുകാരൻ്റെ ഒരു വിലയിരുത്തലായിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, ഈ ആൾക്കൂട്ട വിചാരണയും അതുമായി ബന്ധപ്പെട്ട തല്ലിക്കൊല്ലും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് വളരെ വിവേകപൂർവമായിട്ട് പ്രവർത്തിച്ചു. ആ പ്രദേശത്തുള്ള നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ സംഭവത്തെ വ്യത്യസ്തമാക്കുന്നത്. അതായത് ഈ വഴിയിലൂടെ ഒരു മോഷ്ടാവിനെ പോലെ ഒരാൾ, ഇതര സംസ്ഥാനക്കാരനായിട്ടുള്ള ഒരാൾ കറങ്ങി നടന്നപ്പോൾ അയാളെ പിടിച്ചു നിർത്തി നീ എവിടെ നിന്നാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കാൻ ശ്രമിക്കാതെ ആ വിവരം പോലീസിന് കൈമാറുകയാണ് കഞ്ഞിക്കുഴി ആ പ്രദേശത്തുള്ള ആളുകൾ ചെയ്തത്. അത് തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരക്കാരെല്ലാം നല്ല ആളുകളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തരം ആളുകൾക്കിടയിൽ മോഷ്ടാക്കളും ഉണ്ടാകാം. അപ്പോൾ അപരിചിതരായിട്ടുള്ള ഒരാളെ സംശയകരമായ സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ സ്വയം നിയമപാലനം ഏറ്റെടുക്കാതെ ആ വിവരം പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ വലിയ അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നാട്ടുകാരോട് ആ വഴിയൊക്കെ വന്ന ആളുകളോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരാൾ പാമ്പ്ള ഡാമിന് സമീപത്തുകൂടി നടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയല്ല, വേണമെങ്കിൽ അവർക്ക് അവിടെ നിന്ന് മടങ്ങി പോകാമായിരുന്നു. പക്ഷേ അയാളെ തേടി ഒരു പക്ഷേ ഒരു
ഒരു കുറ്റകൃത്യം തടയുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ മോഷ്ടാവിനെ തേടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവർ പോകാൻ വില്ലിങ്ങായി എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇയാളെ കണ്ടെത്തി അയാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്ത് അതോടൊപ്പം തന്നെ ഇയാൾക്ക് എവിടെയാണ് എത്തേണ്ടത് അവിടേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമവും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഭാഷ അറിയാത്ത അല്ലെങ്കിൽ ഫോണൊന്നും ഉപയോഗിക്കാൻ ഇല്ലാത്ത ഒരാൾ വഴിയിൽ പെട്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ സഹായിക്കണം. അങ്ങനെ സഹായിക്കാനുള്ള മനസ്സ് പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല, അല്ലെങ്കിൽ അത്തരം മാനസിക അവസ്ഥകൾ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതൊക്കെയാണ് ഈ ആൾക്കൂട്ട കയ്യിലെടുക്കാനുള്ള അധികാരമൊന്നും നമുക്ക് ആർക്കുമില്ല. അപരിചിതനായ ഒരു മനുഷ്യനെ കണ്ടാൽ അവരെ ഉപദ്രവിക്കാനുള്ള മനസ്സല്ല ആദ്യം ഉണ്ടാകേണ്ടത്. എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചറിഞ്ഞ ശേഷം നമുക്ക് കഴിയുമെങ്കിൽ അവരെ എത്തേണ്ട സ്ഥലത്തെത്തിക്കുക, അല്ലെങ്കിൽ പോലീസിന്റെ പക്കൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഇടപെടൽ. കഞ്ഞിക്കുഴിയിലെ ജനങ്ങൾ ശരിക്കും മാതൃകയാണ്.